നീലത മാഡം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വനിതാ ദിനാഘോഷ പരിപാടിയുടെ പ്രധാന ആകർഷണം നമ്മുടെ മുഖ്യ പ്രഭാഷണമാണ്. ഈ നിമിഷം ഈ ഞാൻ എന്ന വിഷയത്തിൽ തങ്ങളുടെ വിലപ്പെട്ട ചിന്തകളും അനുഭവങ്ങളും നമ്മളുമായി പങ്കുവയ്ക്കാൻ ഇന്ന് ഇവിടെ സന്നിഹിതയായിരിക്കുന്നത് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് പ്യോർ ആൻഡ് അപ്ലൈഡ് ഫിസിക്സിൽ മുൻ ഡയറക്ടർ ഡോക്ടർ കെ ഇന്ദുലേഖ മാഡമാണ്. ഡോക്ടർ കെ ഇന്ദുലേഖ കേരള സർവകലാശാലയിൽ നിന്നും തിയറിറ്റിക്കൽ ഫിസിക്സിൽ MSc-യും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്നും ആസ്ട്രോഫിസിക്സിൽ PhD-യും നേടി. മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് പ്യോർ ആൻഡ് അപ്ലൈഡ് ഫിസിക്സിൽ മുൻ ഡയറക്ടറും പ്രമുഖ അക്കാദമിക് വിദഗ്ധയും ഭൗതികശാസ്ത്ര ഗവേഷകയുമായിരുന്നു. ആസ്ട്രോഫിസിക്സ് മേഖലയിൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗാലക്സികളുടെ രൂപീകരണം, നക്ഷത്ര സമൂഹങ്ങളുടെ ചലനാത്മകത എന്നിവയിലാണ് പ്രധാന ഗവേഷണം. എക്സ്റേ പൾസറുകളുടെ പ്രധാനതരം ഫീച്ചറുകൾ കണ്ടെത്തിയ സംഘത്തിൽ അംഗമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ടെലിസ്കോപ്പ് പദ്ധതിയായ 30 മീറ്റർ ടെലിസ്കോപ്പ്, സ്ക്വയർ കിലോമീറ്റർ എറേ എന്നിവയുടെ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കാളിയായിട്ടുണ്ട്. 2025 കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വൈജ്ഞാനിക പുരസ്കാരത്തിന് അർഹയായി. അമേരിക്കൻ അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ്, അമേരിക്കൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി തുടങ്ങിയ പ്രമുഖ സംഘടനകളിൽ അംഗമാണ്. ഈ നിമിഷം ഈ ഞാൻ എന്ന വിഷയത്തിൽ അമൂല്യമായ ആശയങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ ഡോക്ടർ കെ ഇന്ദുലേഖ മാഡത്തെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഇത്തരമൊരു പരിപാടിയിലേക്ക് എനിക്ക് രണ്ടാം തവണ ക്ഷണം നൽകിയ ലതാ മാഡം, ലൈബ്രറിയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ആൻഡ് ഫോർ all the help that has been given to me from the library over the past very many years. And സരിത മാഡം ഇവിടെ പറയുന്നുണ്ടായിരുന്നു about women as well as men. സാധാരണ if I am giving a talk, I generally ask for 5 questions from the audience. കാരണം when you go for a talk, അതിൽ നമുക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരിക്കാം, അതിനെപ്പറ്റി എന്തെങ്കിലും കൗതുകം ഉണ്ടായിരിക്കാം. So you've been given a title, ഈ നിമിഷം ഈ ഞാൻ. So എന്തെങ്കിലും ചോദ്യം മനസ്സിൽ വന്നിട്ടുണ്ടോ? And the theme of announced by the United Nations for this year's International Women's Day is Give to Gain. ഒരു ക്വസ്റ്റ്യനും വരില്ല എന്ന് എനിക്കറിയാം, ബിക്കോസ് ഓൾ ഓഫ് യു ആർ കീപ്പിംഗ് യുവർ ഐസ് ഓപ്പൺ. നമ്മൾ കണ്ണിങ്ങനെ തുറന്നിരിക്കുമ്പോൾ യുവർ ബ്രെയിൻ വിൽ ബി സഫ്യൂസ്ഡ് വിത്ത് വിഷ്വൽ ഇമേജസ്. യു വോണ്ട് ബി ഏബിൾ ടു തിങ്ക്. നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ കൊഹിയറൻ്റ് ആയിട്ട് വരണമെങ്കിൽ കണ്ണൊന്ന് അടച്ചു പിടിക്കാൻ കൂടി വേണം. Then only you will get questions. So are there any questions? അതോ ബാല്യത്തിൽ നിന്നും തീരെ അകന്നു പോയത് കാരണം ചോദ്യങ്ങളൊന്നും ഇല്ലാത്ത മനസ്സുകളാണ്? ശാസ്ത്രരംഗത്തേക്ക് കടന്നു വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിലാണ് ഗവേഷണം നടത്തിയത്. ആ സമയത്ത് സ്ത്രീ ആയിരുന്നതിൽ കൊണ്ട് ടീച്ചറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, അതോ എന്തെങ്കിലും സൗകര്യങ്ങൾ കൂടുതലായിട്ട് കിട്ടുമായിരുന്നോ ചെയ്ത് ആ ഒരു വഴിയുണ്ടല്ലോ. ആരും മുന്നോട്ട് വരാത്ത ഒരു കാലത്ത് ടീച്ചർ ഒരു പ്രത്യേക പാത തെളിയിക്കുകയായിരുന്നു ചെയ്തത്. ആ വഴിയെ കുറിച്ച് അറിയാൻ ഞാൻ കാരണം. ഓക്കെ. So the young people don't have any questions. എല്ലാവരും വളരെ ഇന്റന്റ് ആയിട്ട് ഇങ്ങനെ റിസീവ് ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത്. ദാറ്റ് ഈസ് പാസീവ് വേ ഓഫ് അപ്രോച്ചിങ് എഡ്യൂക്കേഷൻ. ചോദ്യങ്ങളില്ല. ഇനി തൊട്ട് ഓരോ ക്ലാസ്സിലും പോണതിന് മുമ്പും അതിൻ്റെ വിഷയത്തെ പറ്റി ഒരു ചോദ്യവും കൂടെ മനസ്സിൽ കൊണ്ടുപോകണം. ഓക്കെ. So only one question was there. I think I will come to it sometime. But let us
get into the topic. ഒരു 100 വർഷമെങ്കിലും, at least maybe 100 years, that will take you to 1925, or let's go back 200 or something years. ഇന്ത്യയിലാണെങ്കിൽ 100 വർഷം പുറകിലേക്ക് പോയാൽ മതിയായിരിക്കും. അന്നത്തെ ലോകം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക. Suppose you want to go somewhere and you want to go in the middle of the night. പറ്റുമോ? Because now you have got lots of roads. എങ്ങോട്ട് തിരിഞ്ഞാലും റോഡാണ്, ലോട്ട്സ് ഓഫ് ലൈറ്റ്. എങ്ങോട്ട് തിരിഞ്ഞാലും ആവശ്യത്തിനും അനാവശ്യത്തിനും ലൈറ്റാണ്. സോ അങ്ങനെ റോഡുകളോ ലൈറ്റോ മുട്ടിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോച്ചിങ് സെന്റേഴ്സുമോ ഒന്നുമില്ലാതെ ഇരുന്ന ഒരു കാലം. ആൻഡ് അല്പവും കൂടി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, when India gained independence, they were already in 1947, just 75 years ago. Life expectancy in India was just 32 years. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ലൈഫ് എക്സ്പെക്ടൻസി 32 മാത്രം. ശിശു മരണ നിരക്ക് ഐ തിങ്ക് വാസ് സംതിങ് ലൈക്ക് 20%. ആൻഡ് മാതൃമരണ നിരക്ക് ഐ തിങ്ക് ഇറ്റ് വാസ് അറ്റ്ലീസ്റ്റ് 2 in 100. That's the numbers which I remember. If you look at the same numbers now, സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് 32 പ്രതീക്ഷിക്കാവുന്ന ആയുർദൈർഘ്യമായിരുന്നതിൽ നിന്ന് we have reached something like 76. It's a huge jump. And if you look at the infant mortality, ജനിച്ച് കുഞ്ഞുങ്ങളായിട്ടുള്ള മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ it's something like 0.00 something. Most children do not die soon after being born. Similarly for childhood. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ 28 ദിവസം കടന്നു കിട്ടുന്നത് തന്നെ വലിയൊരു സംഭവമായിരുന്നു. സോ യു ഹാഡ് എ ചടങ്ങ് കോൾഡ് 28 കിട്ടും. ആൻഡ് വേരിയസ് ലാൻഡ്മാർക്സ് ലൈക്ക് 1 year. Now we have parties and nothing else. 5 വയസ്സൊക്കെ കടക്കുന്നത് ബുദ്ധിമുട്ടാണ് ബിക്കോസ് ഇമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്തിട്ടില്ല പല രോഗങ്ങളും. സോ അങ്ങനെയുള്ള ഒരു കാലത്തിൽ നിന്ന് റോഡുകളില്ല, യു ഹാവ് ടു ജമ്പ് അക്രോസ് ലോട്ട്സ് ഓഫ് തിങ്സ്. ഐ ആസ്ക് ദ പ്രസന്റ് ജനറേഷൻ ടു ട്രൈ ആൻ എക്സ്പെരിമെന്റ്. കണ്ണു അടച്ച് മുറ്റത്തോട്ടിറങ്ങി ഒന്ന് നടക്കുക, കണ്ണടച്ചു പിടിച്ചോണ്ട് നടക്കുക. ദാറ്റ് വിൽ ടു എ വെരി സ്മോൾ എക്സ്റ്റെന്റ് ഗിവ് യു വാട്ട് ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ ലൈക്ക് ടു ട്രാവൽ ഇൻ ദോസ് ഡേയ്സ് അറ്റ് നൈറ്റ്. യു കാൺട്ട് ഡു പ്രാക്ടിക്കലി. ആൻഡ് ഇറ്റ് ഈസ് അത്രയും യാത്രാ സൗകര്യങ്ങളില്ല, അത്രയും കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളില്ല. നൗ ഇഫ് യു വാണ്ട് ടു ആക്സസ്, ഫോർ എക്സാമ്പിൾ, ദ MIT library or access some courses from MIT which is sitting somewhere in the US, you can do it online. You can sit at home, even not move from your bed and manage it. But if you just go back, live and let us say 100 years, no, communication facilities were not that good. ഇത്രയും ഗുഡ് എന്തായാലും അല്ല, ഇതിന്റെ 7 അയലത്ത് എത്തില്ലായിരുന്നു. And if you go even some more, let's say 500 years back, printing discover ചെയ്തിട്ടില്ല. ഇങ്ങനെ large scale ആയിട്ട് ബുക്സ് നേരത്തെ. Now there are so many books, nobody reads them anyway. So what was the means of education in those days? What were the means of sustenance? What was life like? അന്നത്തെ ആ ജീവിതത്തിൽ നിന്ന് ഇന്നത്തെ ജീവിതത്തിലേക്ക് എവിടെ നോക്കിയാലും കടകളാണ്. പണ്ടാണെങ്കിൽ ആഴ്ചയ്ക്ക് ഒരു ചന്തയാണ്. അന്ന് അത് എവിടെയെങ്കിലും ആയിരിക്കും. പോയി അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുവരണം. ചുറ്റിനുമുള്ള പച്ചക്കറി, അത് മറ്റത് മറിച്ചത് ഒഴിച്ചുള്ള എവറിത്തിങ്. ഉപ്പ്, ഫോർ എക്സാമ്പിൾ, വാസ് എ വെരി വാല്യൂഡ് തിങ്. യു കാൺട്ട് ഗെറ്റ് ഇറ്റ് എനിവേർ എവറിവേർ. So lifestyles were entirely different. Life expectancy was different. Life expectations were different. വിദ്യാഭ്യാസ സമ്പ്രദായം അത്രയ്ക്ക് വ്യത്യാസമായിരുന്ന ഒരു കാലത്ത്, റോഡുകൾ അതുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്ന കാലത്ത്, it would have been difficult for women to manage, girls to be educated. Plus, ഇന്നത്തെ കാലത്ത് if you think of running a house or running a kitchen, എന്തെങ്കിലും ഇല്ലെങ്കിൽ പെട്ടെന്ന് അടുത്ത കടയിൽ നിന്ന് മേടിക്കാനേ ഉള്ളൂ. Or you sit and you just immediately order it. By the time you are doing the cooking, it will come to you. No.
ഇതേപോലെ ഏത് സീസണിലും എന്തും കിട്ടുന്ന കാലമായിരുന്നു. കൊയ്ത്ത് കാലത്ത് അതാത് വിളകൾ കൊയ്യുന്ന കാലത്ത് ശേഖരിക്കുന്നത് അത് അടുത്ത ഒരു വർഷത്തേക്കോ അപ്പുറത്തേക്കും കേടുകൂടാണ്ട് നത്തിങ് ഹാപ്പൻസ് ടു ഇറ്റ് കീപ്പ് ചെയ്യണം. So running a house was not a simple thing. It was an immense management issue. So you had to see to it that everybody was nourished appropriately with the resources that were available, and you had to look after those resources very carefully. You had to gather resources which were around the house. It is not something simple. So when you compare such time frames or the picture of life within these different time frames, another aspect of it, you got the industrial revolution something like again 500 years ago. So many things which were done by using muscle power, either human or animal, changed to being mechanized. ആദ്യം മെക്കനൈസ്ഡ് ആവുന്നത് ആണുങ്ങൾ ചെയ്തിരുന്ന പല ജോലികളാണ്. ബട്ട് സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾ പലതും മെക്കനൈസ്ഡ് ആവുന്ന കുറെ കൂടെ കാലം കഴിഞ്ഞിട്ടാണ്. ബിക്കോസ് ലോട്ട്സ് ഓഫ് ഹെവി വർക്ക് വാസ് ഡൺ മോസ്റ്റ്ലി ബൈ മെൻ ബട്ട് ഓൾസോ ബൈ വിമൻ ഓഫ് കോഴ്സ്. So what happened? What is needed at the workplace? The nature of work changed. Even ഒരു 10-20 വർഷം മുമ്പ് നിങ്ങൾക്ക് ഒരു മൊബൈൽ കട ഇടുന്നത് ആലോചിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സാധനത്തിന്റെ ആവശ്യമില്ല. ഇന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് മൊബൈൽ. അത് നന്നാക്കണ കട, അതിന്റെ കവറിന്റെ കട, so many things. So the kind of things you can do for what? അവിടെയാണ് മനുഷ്യനൊരു സാമൂഹിക ജീവിയാണെന്നുള്ള ആ ഒരു ആസ്പെക്ട് ഓഫ് ലൈഫ്, ഓഫ് ഹ്യൂമൻ ലൈഫ്, particularly of human life comes in. So മനുഷ്യന്റെ കാര്യം പറയുകയാണെങ്കിൽ, if you take the bees for example, there is a division of labor. But what kind of labor that there is to be divided is very finite, very restricted. But in the case of human beings, as time has passed, we have become, what kind of work is there? That has become extremely diverse, variegated, very complex. Simple ആണ് എന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ പോലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നത് കാണാം. So what was dangerous, general travel, that became not so dangerous. The means of communicating information became very, 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 and preserving information became very, very much easier. So many machines to replace muscle power. So what happened? Your life as a human being necessarily changed. അതിൻ്റെ ഒരു പ്രതിസ്ഫുരണമാണ് the long standing traditional roles for men and women had to change. So women also could get educated without too much trouble. എല്ലാവർക്കും അറിയായിരിക്കും മേരി ക്യൂറിയുടെ ഒക്കെ കഥ. Because it's only just 250 years since women were allowed inside universities. അമേരിക്കയിലെ ചില യൂണിവേഴ്സിറ്റികളിൽ 1950-ലാണ് സ്ത്രീകളെ എൻറോൾ ചെയ്യാൻ സമ്മതിക്കാൻ തുടങ്ങിയത്. So in just 250 years what has happened? ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നോബൽ പ്രൈസുകൾ എടുത്തു നോക്കിയാൽ ഒരു റീസണബിൾ ഫ്രാക്ഷൻ ആണ് വിമൻ. കുറച്ചുകൂടെ പുറകോട്ട് പോയിട്ട് നോബൽ പ്രൈസ് തുടങ്ങിയിട്ട് 1900 ആ സമയത്താണ് തുടങ്ങിയത്. ആദ്യത്തെ 100 വർഷം കൊണ്ട് 15 സ്ത്രീകൾ നോബൽ പ്രൈസ് മേടിച്ചുവെങ്കിൽ അടുത്ത 25 താഴെ വർഷങ്ങൾ കൊണ്ട് അത്രയും സ്ത്രീകൾക്ക്. സോ ദിസ് ചേഞ്ച് ഇൻ ദ കൈൻഡ് ഓഫ് വർക്ക് that there is, in the amount of physical effort that needs to go in to acquire the skills necessary for doing a work, that changed. The physical effort needed in doing a given work changed.
So all these changes have happened in a very rapid rate. എന്തുകൊണ്ടാണ് റാപ്പിഡ് റേറ്റ് എന്ന് പറയാൻ കാര്യം? Somebody has done some work on how human beings evolve. I think it's a Stanford University work. അവര് ഗ്രീൻലൻഡിൽ പോയിട്ട് എസ്കിമോകളെ പഠിച്ചു നോക്കണം, ടിബറ്റിൽ പോയിട്ട് ടിബറ്റൻസിനെ പഠിച്ചു നോക്കണം. വൈ? Because Eskimos have been living in those extremely cold conditions for hundreds of years. And Tibetans on the Tibetan plateau, ഏറ്റവും ഉയരം കൂടിയ ജനവാസ കേന്ദ്രമായിട്ടൊക്കെ വരും. They have been living there for hundreds, thousands years. They checked whether there is any genetic change that has permitted them to adapt to the non-normal condition of human existence, like decreased oxygen levels in the Tibetan plateau, or for the Eskimos living in extreme cold for such a long time. You see, the human being is such a complex system. You don't even you can't mutate fast. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനത്തിന് പെട്ടെന്നൊന്നും ഇങ്ങനെ കുലുക്കാൻ പറ്റില്ല. You are sort of ഭയങ്കര ഡിസൈനർ പ്രോഡക്റ്റ് ആണ്. യു ഹവ് കം ഔട്ട് ലൈക്ക് ദാറ്റ്. നമ്മൾ ഭയങ്കര ഒരുപാട് അറേഞ്ച്മെന്റ് ഒക്കെ ഉള്ള വാഷിംഗ് മെഷീൻ കേടായാൽ നന്നാക്കണമെങ്കിൽ പനക്കേട്. അല്ല പഴയ സാധനമാണെങ്കിൽ അതിന്റെ കുറച്ച് ഭാഗമൊക്കെ വർക്ക് ചെയ്യും, നമ്മൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റും. The very modern ones you find it very difficult because it is a complex thing. So the more complex you are, the slower you can, the rate at which changes can be brought into the system, because it to be very carefully done, or you disturb it so much it's dysfunctional. So from there, if we come to climate change, for example, people are already noticing the effects, like some beetles, they are changing their color, adapting better to the hotter climate. And Keralathillayalum, ഏത് നാട്ടിലായാലും you will find that if you climb a hill, പണ്ട് കാലത്ത് കുറെ കൂടെ താഴ്ന്ന ഓൾട്ടിറ്റ്യൂഡിൽ കണ്ടിരുന്ന പക്ഷിമൃഗാദികൾ കുറച്ചും കൂടെ ഹൈറ്റിലേക്കാണ് കാണുന്നത്. കാരണം മുകളിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറയും. സോ ദേ ആർ റെസ്പോണ്ടിങ് ടു ദ ചേഞ്ചസ് ഇൻ ദിസ് ഹീറ്റ്. സോ ഹ്യൂമൻ ബീയിങ്സ് ആർ നോട്ട് ലൈക്ക് ദാറ്റ്. സോ അതുകൊണ്ടാണ് ഈ വനിതാ ദിനമൊക്കെ വേണ്ടി വരുന്നത്. How you live as a social animal, your society, the kind of works that goes into making a society and carrying it forward. Because you move forward as a society, you don't move, you തേനീച്ചക്കൂട്ടം സഞ്ചരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എല്ലാവരും ഓടുന്നുണ്ട് അതിൻ്റെ അകത്ത്. എന്നിട്ട് ദിസ് ഹോൾ തിങ് വിൽ ബി മൂവിങ്. നോ, ദാറ്റ് ഈസ് വാട്ട് ഹ്യൂമൻ ബീയിങ്സ് ആർ ലൈക്ക്. ഈച്ച് വൺ ഈസ് ഡൂയിങ് സംതിങ് and the whole is moving forward. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ വനിതാ ദിനമൊക്കെ വരുന്നത്. There are these changes that has happened to the way you function as a society, and your roles have to readjust, and your mental conditionings have to, I wouldn't say adapt, I would say grow to accommodate many things while accepting differences, growing to meet the new mode in which society functions. അവിടെയാണ് വനിതാ ദിനാചരണം ഒക്കെ കയറി വരുന്നത്. സോ ദാറ്റ് എല്ലാവരും ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കും. സ്ത്രീകളായാലും കൊള്ളാം, പുരുഷന്മാരായാലും കൊള്ളാം. സ്ത്രീകൾക്കാവുമ്പോൾ the kind of responsibilities they had towards themselves, towards the people under their care, towards society has changed. So സ്ത്രീ ആയാലും പുരുഷനായാലും അവനവനോട് മാത്രമല്ല, സമൂഹത്തോടും ഉണ്ടൊരു ഡ്യൂട്ടി. So those things have changed, getting redefined. There will be things which you have to take up more responsibility. Every freedom carries with it responsibilities. അതുപോലെ തന്നെ issues of power, sharing power, it's difficult for most people. Once you have assigned some power, it's difficult to share.
but sharing might make it easier at the top, because it's general saying and ഏറ്റവും മുകളിൽ it is very difficult to say, because you have all the responsibilities are sitting on your shoulders for everything that is happening. You have the ultimate responsibility. That responsibility should be there in every person, because our actions do affect a lot of things. അത് ആണുങ്ങളുടെ ആയാലും കൊള്ളാം, പെണ്ണുങ്ങളുടെ ആയാലും കൊള്ളാം. Our actions, the course which we take for our life, it affects a lot of people connected to us as well as society. Now, where does this aspect of give to gain come in all this? Let's take a small example. I think Arabian oil fields discover ചെയ്തിട്ട് അധികം കാലമായിട്ടില്ല. Before that, motor cars were a luxury. Not too many people had them, etc. പിന്നീടാണ് അതിനു മുമ്പൊക്കെ ടെക്സാസ് ഓയിൽ ഫീൽഡ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ് ആക്ച്വലി. So you suddenly had this huge amount of oil available sitting under these deserts. ആ ഡെസേർട്ടുകൾ തന്നെ പണ്ട് കാലത്ത് നിബിഡ വനങ്ങളായിരുന്നതാണ് പ്ലേറ്റ് ടെക്ടോണിക്സ്, ഭൂമിയിലെ പാളികൾ നീങ്ങണത് വഴി അടിയിൽ പോയി പെട്രോളിയം ആയതാണത്. So those time scales are different. So now you see this huge amount of petroleum. So suddenly there is this thing which is available so much. And എല്ലാവർക്കും അറിയാം, ഒരുപാട് സാധനം അവർ ടൊമാറ്റോയ്ക്ക് കിലോ 10 രൂപയാവും, ചിലപ്പോൾ 100 രൂപയായിരിക്കും. And it's hugely available, the market price will go down. So suddenly petrol became an affordable thing, diesel became an affordable thing. You had a lot of cars on the roads, everybody has a car. And if you don't have 2 cars, you are not considered, quite sort of thing. People design cars so that and everybody can have a car. And then what happened? So you get this rising temperature because of all the exhaust carbon dioxide which is coming out. More the number of people in the world, and the more the number of people who can afford cars, the more the greenhouse gas effects which are coming up. So you get something good and then you have this sort of fallout from it. But where do give to gain enter? What did we gain? We gained mobility. So we gained a lot of things. Like in my childhood, for example, you will not get stuff from Australia or some other thing, weird fruits which you have never seen, etc. Ipo anganeyallalla, you have all this petroleum, so the food is getting transported all over the world. Export cheyanalladana ettavum veliya karyam food inde കാര്യത്തിൽ. You get more money out of it. So what is happening when we get into more and more conveniences and comforts and luxuries is somewhere you have to lose. Okay? You gain something, you lose something. But when you give something, what is it that you have to give if you want to gain something? അത് വളരെ കെയർഫുൾ ആയിട്ട് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മറ്റേത് we were taking all those comforts and we were losing on a lot of things which were very difficult to correct. But here we have this theme, you give to gain. So what do you give? What do you think should be given? And what will be the gain? It's a complex theme, അല്ലേ? നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക പോലും ഇല്ല. അത് എളുപ്പം ഗിവ് ടു ഗെയിൻ. ഗിവ് ടു ഗെയിൻ. നമ്മൾ ഇന്ന് ഒരാൾക്ക് 10 രൂപ കടം കൊടുത്താൽ നാളെ 2 രൂപ പലിശയായിട്ടും 12 രൂപ ഇട്ടും
gain. Is that give to gain which is intended here? So, give to gain, I don't know. If we look at it, if they are women, ചെറിയ കുഞ്ഞുങ്ങൾ, they are dependent on the mother. And the human child has got this property. It's the most helpless child in the baby in the world. ജനിച്ച ഉടനെ ഒരു സാധനത്തിൽ ചുമ്മാ നിലവിളിക്കാനും ജനറലി കിടക്കണ സ്ഥലം മൂത്രമൊക്കെ വെച്ച് വൃത്തിയേടാക്കാനും അല്ലാണ്ട് very little thing can do by itself. Other than drink milk and ഉറങ്ങുക, ഇത്രയും കാര്യങ്ങളേ. And I don't know how many of you have seen one of the versions of the Tarzan movie. അതിന്റെ അത് കാർട്ടൂൺ വെർഷൻ ആയിരുന്നോ അല്ലാത്ത വെർഷൻ ആണോ എന്ന് ഓർമ്മയില്ല. അതിൻ്റെ അകത്ത് ഇങ്ങനെ ടാർസൻ ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ തൂങ്ങി, വള്ളിയിൽ തൂങ്ങി ഒന്ന് മരത്തിൽ നിന്ന് വേറെ നിലയ്ക്ക് പോകുമ്പോൾ അതിൻ്റെ അകത്തൊരു പാട്ടുണ്ട്. ഈ ഭൂമിയിൽ എന്ത് ജീവി ഉണ്ടോ ആ ഏത് ജീവിയും ചെയ്യണ എന്ത് കാര്യവും ചെയ്യാൻ കഴിവുള്ളതാണ് മനുഷ്യൻ. സോ ഇറ്റ് ഇസ് ജസ്റ്റ് എ ചിൽഡ്രൻസ് മൂവി, ബട്ട് ഇറ്റ് മേക്സ് യു തിങ്ക്, സഡൻലി റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് ട്രൂ. മനുഷ്യന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന, എല്ലാ കാര്യങ്ങളും എടുത്താൽ പല പല അനിമൽസ് ആയിട്ട് പോലും ചെയ്യാൻ പറ്റുന്നതായിട്ട് യു കാൺ സീ. ബട്ട് യു ഹാവ് ദിസ് യുണീക് ബീയിങ് വിത്ത് സോ മെനി എബിലിറ്റീസ്, ബട്ട് ദെൻ യു ആർ ബോൺ വിത്ത് നൺ ഓഫ് ഇറ്റ്. You are just the most helpless thing in the world. Most helpless thing in the world എന്ന് മാത്രമല്ല, because of the way human beings live, as a society. Society ആയിട്ട് താമസിക്കുന്ന, I don't know, Thoreau, I think he is the philosopher. പുള്ളി ഒരിക്കൽ ചാടിപ്പോയി ഒരു ദ്വീപില്. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണോ അല്ലയോ അത് കണ്ടുപിടിക്കണമല്ലോ. ഈ ഒറ്റയ്ക്ക് പോയൊരു ദ്വീപില് താമസിച്ചു. I don't know how many of you have read Robinson Crusoe. It raises its own challenges, okay? Living on an island all by yourself. Then, even thinking of imagining it and trying to do it for just one day, you will realize how connected you are with the rest of humanity. Now, talking about the rest of humanity, now let me go back to that child thing aspect. It's the most helpless thing in the world and matra alla. Because we live as a society, ഓരോരുത്തരും ഒരു ചെറിയ എന്തെങ്കിലും ഒരു contribution you make to society. That is the work which you do is what you contribute to society. That is what you give. അങ്ങനെ പലര് ചേർന്ന് ചെയ്യുന്ന ജോലികളുടെ ഒരു ഇതാണ് സമൂഹത്തിന് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എത്താനായിട്ട്, സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ഏറ്റവും കൂടുതൽ വർഷങ്ങൾ, ജീവിതത്തിന്റെ ഏറ്റവും കൂടുതൽ ഫ്രാക്ഷൻ വേണ്ടി വരുന്ന ജീവിയും മനുഷ്യനാണ്. ബിക്കോസ് ഒരു പശുക്കുട്ടിയൊക്കെ ആണെങ്കിൽ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് ഒന്ന് പോയി പാല് കുടിക്കുക, അത് നടന്നങ്ങ് പൊക്കോളൂ. മനുഷ്യജീവി നടക്കണമെങ്കിൽ കാലങ്ങളെ പിടിക്കും. അതുപോലെ സ്വന്തം കാലിൽ നിൽക്കണമെങ്കിലും ജീവിതത്തിന്റെ നല്ലൊരു ഫ്രാക്ഷനിലെ ട്രെയിനിങ് കഴിഞ്ഞിട്ടേ സ്വന്തം കാലിൽ നിൽക്കുന്ന അവസ്ഥ എത്തുകയുള്ളൂ. സോ വൺ ഓഫ് ദ മോസ്റ്റ് ഡിപെൻഡന്റ് തിങ്സ് ഇൻ ദ വേൾഡ്. സോ വാട്ട് കെൻ യു ഗിവ് ടു എ ചൈൽഡ്, ടു എ യങ്സ്റ്റർ? So that what do you gain? You gain a very responsible, caring adult. That is one way of, the one thing that you can be given to a child. It is one of the most important things that create a harmonious society. Generation of human beings who stand straight and tall. I don't know how many of you have read Tagore, where the mind is without fear, etc. So there is that kind of giving. Let me go back to this give aspect again. അപ്പോൾ ഒരു കഥ പറയാം. ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും പാൽപ്പായസം കുടിക്കാം. ഡു വൺ തിങ്, എല്ലാവരും നാളെ ഓരോ ഗ്ലാസ് പാല് കൊണ്ടുവരണം. ഞാൻ അവിടെ ഒരു വലിയൊരു കുടങ്ങനെ വെച്ചിട്ടുണ്ടാകും. യു pour it into that and we'll all make പാൽപ്പായസം and we'll drink it. So what happens? എല്ലാരും പാല് കൊണ്ടുവരും, ഞാൻ വെള്ളം കൊണ്ടുപോയി ഒഴിച്ചാലും ആരും അറിയില്ല. സോ വാട്ട് ഹാപ്പൻസ് ഈസ്, പാൽപ്പായസം കുടിക്കാൻ പോകുമ്പോൾ പാലില്ല, വെള്ളമേ ഉള്ളൂ.
or you will have വെള്ളം ചേർത്ത കുറച്ച് പാൽ. Point of the story is, if as a society you want to take Palpaism, what you contribute should be also that sincere and that truthful. That there also sits this idea of give to gain. So it's your sincerity, it's your earnestness, the correctness with which you do the job which you are doing. അത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ അതുണ്ട്. ഏത് ജോലിയായാലും അത് വളരെ നന്നായി ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കും, അല്ലെങ്കിൽ ബഹുമാനിക്കണം. അങ്ങനെയുള്ള ശീലം നമുക്ക് ഇല്ലാത്ത ഒരു ആളാണെങ്കിൽ, because any job done well, that is something that requires appreciation. അല്ലെങ്കിൽ പിന്നെ എത്ര വലിയ ജോലിയായാലും നമ്മൾ അതിനെ ഒരു ഉരുട്ടിപ്പരട്ടി തട്ടിമുട്ടിയൊക്കെ ആണെങ്കിൽ people will look at you, respect you for your job, etc., but not for your own self. So there also this give to gain matters. It enters. And it's also said to earn respect, you have to earn it, right? You can't take it. You can take it with force and, enforced things, etc. But you should have to give something. You should give consideration. You should respect another person as an individual, respect their opinions, respect their betterment to gain, earn respect. So that works both ways, for both men and women, between women, between men and women. You have to value what is strong in the other person, irrespective of whether you are a man or whether you are a woman. And respect aspirations, hopes, and meaningful plans. You can just, എൻ്റെ ഒരു ആഗ്രഹമാണ്, അങ്ങനെ കുറെ പേര് പറയുന്നത്. Some people, it's just an agrahan. You should root your wishes on your strengths and accommodate your weaknesses also into it. You're not just strengths alone, you're both strengths and weaknesses. Both have to be taken into account. And then you will be able to give and gain. I talked about that petroleum and the global warming, etc. We reached global warming. Petroleum ഉണ്ട്, ധാരാളം വണ്ടികളുണ്ട്. Every car runs on tires, and tires you need rubber. It's a non-dispensable component. And ടയറിനൊരു പ്രത്യേകത ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് മാറ്റണം. So with the discovery of petroleum grew another industry, the rubber industry. For the rubber industry, tires, you need rubber, for which you need rubber trees, which led to the massive destruction of rainforests in India and China, both these countries. Tropical rainforests in these places. ഇവിടെയാണ് റബ്ബർ വളർത്താൻ പറ്റുക. ബ്രസീലിൽ പറ്റില്ല. they have gotten ഒരു ഫംഗസോ എന്തോ ഒരു സാധനം ഉണ്ട്. അവിടെ കാട്ടിൽ വളർന്നിരുന്ന, റാൻഡമായിട്ട് വളർന്നിരുന്നതാണ് റബ്ബർ. So you got rid of all this rainforests and you got rubber plantations. And then what happens? I don't know, ഇവിടെ കോട്ടയാകുമ്പോൾ എല്ലാവർക്കും റബ്ബർ അറിയാം. റബ്ബറിന്റെ ഇലകൾ നമ്മൾ നടക്കുക കിലി കിലി കിലിയില്ല എന്ന് ശബ്ദം കേൾക്കുന്നു നടക്കുമ്പോൾ. അതേസമയം മഴ പെയ്ത് കഴിഞ്ഞാലും അതിങ്ങനെ വെള്ളം അതിലിങ്ങനെ കെട്ടിയൊക്കെ നിൽക്കുന്നതാണ്, ഇലകളിങ്ങനെ. അതേസമയം ഒരു മാന്തോപ്പിൽ കൂടെയാണ് നടക്കുന്നതെങ്കിൽ സ്ക്വെൽച്ച് ചെയ്യും, കാലിങ്ങനെ അങ്ങോട്ട് അമർന്നു പോകും ആ കൂടിക്കിടക്കുന്ന ഇലകളുടെ പുറത്ത്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? അതിൽ ലിഗ്നിൻ കണ്ടന്റ് എന്ന് പറയും. ഇലയ്ക്ക് ഒരുപാട് ലിഗ്നിൻ ഉണ്ട് റബ്ബറിനാണ്. സോ ദാറ്റ് ഫോളിങ് ഓൺ ദ ഗ്രൗണ്ട്, അത് പെട്ടെന്നൊന്നും വളമായിട്ട് അലിഞ്ഞു പോകുന്ന സാധനമല്ല, അത് അങ്ങനെ കിടന്നിട്ട് യു ഗെറ്റ് എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ്, ഐ ഡോണ്ട് നോ കെമിസ്ട്രിക്കാർ എത്ര പേരുണ്ടെന്ന്, യു ഗെറ്റ് അലിഫാറ്റിക് കാർബൺസ് എന്നിട്ട് അത് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. സോ മണ്ണിലേക്ക് വെള്ളം താഴുന്നത് കുറഞ്ഞു പോകുന്നത് മാത്രമല്ല, ഇങ്ങനെ മണ്ണിലെ സുഷിരങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ അടഞ്ഞിട്ട് അതിൽ വെള്ളം തങ്ങി നിന്നിട്ട് വാട്ട് ഹാപ്പൻസ് ഈസ് അടിയിലുള്ള അനൈറോബിക് ബാക്ടീരിയ ഉണ്ട്,
aerobic bacteria working different diet. It's complex things. And then comes what happens? Methane cycling through the atmosphere. So, I don't know, നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ ഇപ്പോൾ ശ്വസിക്കുന്ന ഓക്സിജൻ, അക്ബർ ശ്വസിച്ച ഓക്സിജൻ ആ മോളിക്യൂളിൽ ഒരെണ്ണം നിങ്ങളിൽ വന്നിരിക്കാനുള്ള പ്രോബബിലിറ്റി is extremely high because it's all the same thing. You know, you don't get a new atmosphere to breathe. It's the same atmosphere going round like that. It's the same carbon dioxide being cycled through the soil by, you know, plants will capture it from the atmosphere, return it to the soil, soil bacteria, microbiota will act on it, it will be returned back to the atmosphere. So all these minerals of life, they are cycled through the living thing to the non-living, to living to non-living, like that. So methane is again a greenhouse gas. So you see, you discover petroleum somewhere and it will go and start increasing methane somewhere else so that the heating becomes more. It's just a simple example to illustrate what I would call the web of life. Ellarum web of science ഒക്കെ കേട്ടിട്ടുണ്ടാകും. So how your life is related to those of other animals and how other animals' lives are related. Again for rubber, it's what's called a surface feeder. അതിന്റെ വേരുകൾ കൂടുതലും സർഫസിലാണ്, പെട്ടെന്ന് മറിഞ്ഞു വീഴും കാറ്റ് വന്നത്, അടിയിലേക്ക് അങ്ങനെ പോകും. സോ വാട്ട് ഹാപ്പൻസ് അഗെയിൻ, ഈ നനവ് തട്ടാത്ത ഇലകളായതുകൊണ്ട് എർത്ത് വേംസിന് ഒന്നും അങ്ങനെ അത് അങ്ങനെ ഭക്ഷിക്കാൻ അത്ര താല്പര്യമുള്ള ഇലകളല്ല. സോ എർത്ത് വേം പോപ്പുലേഷന്റെ ഫുഡ് അവൈലബിലിറ്റി മാറിപ്പോ അവർക്ക് മണ്ണിന്റെ അടിയിലേക്ക് 2 മീറ്റർ ഒക്കെ വരെ താഴെ പോകുന്ന തൊട്ട് ഇങ്ങോട്ട് 3 ലെയറിലായിട്ടാണ് എർത്ത് വേംസ് ഉള്ളത്. താഴോട്ടുള്ള എർത്ത് വേംസ് ഇല്ല, ഉണ്ടാവില്ല. ഈ പഴയ മുറ്റങ്ങളിൽ തൊടികളിലൊക്കെ ഇങ്ങനെ എർത്ത് വേമിന്റെ അടിയിലേക്ക് കുഴിച്ചു പോകുമ്പോൾ അത് മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് മണ്ണിങ്ങനെ പുറത്തേക്ക് വിടുന്നുണ്ടാവും. വാട്ട് ദേ സോർട്ട് ഓഫ് ഈറ്റ് ഗോസ് ത്രൂ ദെയർ alimentary canal and comes out. You don't never see it in a rubber plantation because you don't have that far down going worms. So you see, എവിടെയോ ഒരിടത്ത് പെട്രോളിയം കണ്ടുപിടിച്ചപ്പം ഇവിടെ കിടക്കുന്ന മണ്ണരകളുടെ ഭക്ഷണം പോവുക, അവയുടെ പോപ്പുലേഷൻ മാറുക.